ഹേയ് ഹലോ എവ്രി വൺ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ നീച്ചിട്ട് ബ്രഷൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴത്തേനും വയറ് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് വ്ളോഗിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫുഡ് കഴിക്കുമല്ലേ, അപ്പോൾ അതും കൂടി കാണിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു പാത്രത്തിൽ പുട്ടും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കണത് ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പം നമ്മുടെ രാവിലെ എണീച്ചിട്ടുള്ള കുറച്ച് എന്താ പറയുക, രാവിലെ എണീച്ചിട്ട് ചെയ്യുന്ന കുറച്ച് പ്രഭാത ക്രിയകൾ, പല്ല് തേച്ചു, പ്രഭാത കർമ്മങ്ങൾ, ചായ കുടിച്ചോ, അങ്ങനെയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കണം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ബോധോദയം ഉണ്ടാവുക, ഇനി അത് ചെയ്യാം ഇത് ചെയ്യാമെന്ന്. ഇന്ന് എന്തായാലും ക്ലാസ് പരിപാടിയൊന്നും നമുക്കില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വെറുതെ ഇരിക്കുകയായിരിക്കും, വീട്ടിൽ ചെയ്യാം. അപ്പം ഇനി 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ, 3-4 ദിവസത്തിനാളില്ല, കുറച്ച് ദിവസങ്ങൾക്കും ഉള്ളിൽ നമുക്കിനി ഓണമൊക്കെയാണ് വരാൻ പോണത്. അപ്പോൾ എല്ലാവരും ഓണത്തിനുള്ള പ്രിപ്പറേഷനിൽ, സാരി, സദ്യ അങ്ങനത്തെയൊക്കെ പ്രിപ്പറേഷനിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓണത്തിന് നമുക്ക് കോളേജിൽ ചിലപ്പോൾ പരിപാടികളൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മളിവിടെ വെറുതെ ഇരിക്കല്ലേ കുഞ്ഞോളെ, അപ്പൊ നമുക്ക് പിന്നെ കടയിലേക്കൊന്ന് പോയാലോ? എന്തിന്? ഓണമൊക്കെ അല്ലേ, സദ്യയും പായസമൊക്കെ ഉണ്ടാക്കണ്ടേ നമുക്ക്. അപ്പോൾ കുക്കറും ഇതൊക്കെ കേട് നിൽക്കാണ്, മിക്സിയൊക്കെ. നമുക്ക് അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വന്നാലോ? ആലോചിക്കാം, അത്ര ഇപ്പം പറയാൻ പറ്റുള്ളൂ. ആലോചിച്ചാൽ പോരാ, നമുക്ക് പോണം. ഉറപ്പായിട്ടൊക്കെ തീരുമാനമായിട്ട് അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ തീരുമാനമായിട്ട് തന്നെ. മുപ്പത്തേരുകൾക്ക് എവിടെയും പോകാനുള്ള ഒരു തോണ, അത് മാത്രമാണ് ഞാൻ ഒക്കെ തീരുമാനമായിട്ടാണ് നമ്മുടെ ഇത് വന്ന് പറഞ്ഞിരിക്കണത്. ചിലപ്പോൾ നമ്മളിന്ന് അങ്ങനെ പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളിന്ന് വെറുതെ വീട്ടിലിരിക്കേണ്ടി വരും. എന്താണ് ചെയ്യേണ്ടതെന്ന് 50-50 ആണ്. മദർജിയാണ് ഇതിലെ ഓപ്ഷൻ ഏതാന്ന് തിരഞ്ഞെടുക്കേണ്ടത്, ഞാനല്ല. ഇതാ കണ്ടോ, പ്രസ്റ്റീജിൽ കുറെ ഓഫറുകളൊക്കെ ഉണ്ട് എന്ന് പറയണേ. എവിടുന്ന കിട്ടി ഓഫറുകൾ ഉണ്ട് എന്നുള്ള കാര്യം? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ഓണം സംബന്ധിച്ച് പ്രസ്റ്റീജിൽ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളത് 37 എന്തായാലും കണ്ടുപിടിച്ചിക്കണു. ഇനി ഇമ്മാൻ്റെ കൂടെ പോവല്ല, അത് നിർവാഹമല്ല. പോണോ? പോണേ, പിന്നെന്താ, പോണം. നമ്മുടെ മമ്മിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? പോകാം. എന്തായാലും നമ്മളൊരു വഴിക്ക് പോണുണ്ടല്ലോ, അപ്പൊ പ്രസ്റ്റീജിന്റെ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് വാങ്ങാം. എന്താ ചെയ്യാം. അപ്പൊ നമുക്ക് ഇമ്മാനെ സന്തോഷിപ്പിച്ചാം. പോകാന്ന് പറഞ്ഞ് മൂളിയപ്പത്തിനും ഇടുത്തോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റാൻ പറഞ്ഞ സ്ഥിതിക്ക് ഡ്രസ്സ് ഏതാടേണ്ടതെന്ന് ആകെപ്പാടെ കൺഫ്യൂഷനായി. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ തന്നെ അതിൽ കുറേ അന്തം വിട്ട് ആലോചിച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം പിന്നെ ഡ്രസ്സ് ഏതാന്ന് ഇടുകയെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിപ്രഷനൊക്കെ ആകാം, അതിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആകെ കുറേ അതിൽ അന്തം വിട്ട് ഏതിടും എന്ന് ആലോചിച്ച് ഉമ്മാൻ്റെ പിന്നാലെ കുറേ മൂട്ട് പോയി തൂങ്ങി ഏതെങ്കിലുമൊക്കെ ഒരു പന്ന ഡ്രസ്സ് ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മ നാട്ടി വിട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ ഡ്രസ്സ് എടുത്തിടാം എന്ന് ഞാൻ വിചാരിച്ചു. ഇമ്മ ഭയങ്കര പൊലിവിലാണ്, കാരണം അടുക്കളയ്ക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ എന്തായാലും പൊതുവെ അമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അതിൻ്റെ സന്തോഷം എൻ്റെ അമ്മയുടെ മുഖത്തും വേറെ കാണാനുണ്ട്. അതേപോലെ ഞാൻ കുറേ ഡയലോഗ് അടിച്ചിരിക്കണേ, റെഡിയാകാം. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ച ഡ്രസ്സ്. അപ്പോൾ ഞാനൊരു റെഡ് കളർ ഡ്രസ്സും ഇമ്മ ഒരു പർപ്പിൾ കളർ ഡ്രസ്സ് ഇട്ടു. അങ്ങനെ നമ്മളെ വീടൊക്കെ പൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ മുഖം നോക്കിയൊക്കെ 10 LED ബൾബുകൾക്ക് സമമാണ് ഇപ്പം എൻ്റെ ഇമ്മയുടെ മുഖം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ സുമിതാത്താൻ്റെ ഹസ്ബൻഡും ഉണ്ടാകുന്നു കേട്ടോ, നമ്മൾ ഒറ്റക്കല്ല ഗൈസ്. അങ്ങനെ വണ്ടിയിൽ കയറി നമ്മുടെ യാത്ര തുടങ്ങാൻ ആരംഭിക്കുകയാണ്. ഇപ്പം തുടങ്ങൂല എന്നുള്ള രീതിയിലാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ടായിട്ട് അവിടെ തന്നെ നിന്നോന്ന് എനിക്കൊരു സംശയം. പിന്നെ നമ്മൾ അങ്ങനെ പോയി. ഞാൻ ഹെഡ്സെറ്റും ഫോണിന് നിറയെ ചാർജും പവർ ബാങ്കും ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ടൊക്കെയാണ് വന്നത്. പോകുമ്പോൾ നല്ല റൊമാൻറ്റിക് സോങ് ഒക്കെ കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കാറിൽ തന്നെ പാട്ടിട്ടു. അതുകൊണ്ട് നമ്മൾ പിന്നെ ഹെഡ്സെറ്റൊന്നും വെക്കാൻ ഒഴിവ് കിട്ടിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മ ഉറക്കത്തിലെ താഴ്വരയിലേക്ക് ആഴ്ന്ന് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മ ഉറങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉമ്മ നീച്ചു. പോണതിൻ്റെ ഇടയിൽ അങ്ങനെ ചെറിയൊരു മൂടൽ മഞ്ഞ് പോലെ അവിടെ ഇവിടെയൊക്കെ കാണാൻ ഇടയായി. എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല, മഴ പെയ്യാനായിട്ടാണോ എന്താണോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വണ്ടി അവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടും പിന്നെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ഞാൻ
മാറ്റി പുറപ്പെട്ടപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ അമ്മ അങ്ങനെ മുടി കെട്ടിയിട്ട് രസമല്ല, അങ്ങനെ മുടി കെട്ടിയിട്ട് രസമല്ല പറഞ്ഞിട്ട് എനിക്ക് തൊയിരം തന്നിട്ടില്ല. അങ്ങനെ അവസാനം ഞാൻ പിന്നെ ബാഗിൽ ചീർപ്പും ലിപ്സ്റ്റിക്കും അങ്ങനെയൊക്കെ എടുത്ത് കൊണ്ടുപോകണോണ്ട് വലിയ കുഴപ്പമില്ല, ചീർപ്പ് കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഉമ്മാൻ്റെ ഇതട് കഴിഞ്ഞോട്ടെ വെച്ചിട്ട് ഞാൻ നടുവാഗ് എടുത്തിട്ട് അടിച്ചീവി. അപ്പം ഉമ്മക്ക് നല്ലോണം അങ്ങോട്ട് റാഹത്തയക്കണം. എൻ്റെ മറ്റേ ഹെയർ സ്റ്റൈൽ 37 പറ്റിയിട്ട് തന്നെ അല്ല, മൂത്തുക്കൊരു കോലം ഇല്ല അറിഞ്ഞിട്ട് എനിക്ക് ചെവിയും കണ്ണും കേൾപ്പിച്ചിട്ടില്ല. പിന്നെ ഞാനത് നടുവാഗ് എടുത്തിട്ട് കെട്ടി. അപ്പോൾ പിന്നെ 37 സന്തോഷമായി. 37 സന്തോഷമായാലും എനിക്കൊരു സമാധാനമാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. വ്ളോഗൊക്കെ എടുക്കണോട്ട് ഇടയ്ക്ക് മുടി ശരിയാക്കുക, ഇടയ്ക്ക് തട്ട നേരെ ഇടണം, ഇടയ്ക്ക് നമ്മുടെ ചന്തൊക്കെ റെഡി അല്ലേ എന്ന് നോക്കണം. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരെ എത്തിയത് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് സ്റ്റോറിലേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ അത് കണ്ട സ്റ്റോർ കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ കയറാം എന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ അവിടെ ഓണത്തിൻ്റെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടല്ലോ, എന്തിനാ നമ്മൾ ഓഫറുകളൊക്കെ മിസ്സാക്കണത്? ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങണം. കട കണ്ടതും പാതി കാണാത്തതും പാതിൻ്റെ അമ്മ നേരെ കയറി പോയിക്കണു. ഞാൻ പിന്നാലെ ഉണ്ടോ, ഞാൻ എവിടെ ഒന്ന് നോക്കാനൊന്നും 37 ഒഴിവില്ല. അവിടെ എത്തി അവിടുത്തെ കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മമ്മി, എൻ്റെ മദർജി എന്നെ മറന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഓണത്തിൻ്റെ ഇങ്ങനെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കാൻ പോയിക്കായിരുന്നു. എന്നെ കണ്ടോ, ചട്ടി പോലെയൊക്കെ ചുമരിൻ്റെ മുകളിലൊക്കെ അങ്ങനത്തെയൊക്കെ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ചുമരിൻ്റെ മുകളിൽ വെച്ചാൽ ചീനച്ചട്ടിച്ച് നല്ല ഇഷ്ടമായി. അവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തണ പോലത്തെ ഒരു ചീനച്ചട്ടി. അതിൻ്റെ പുറമെ തന്നെ അത്തപ്പൂക്കളും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഓണല്ലേ, പന്തം കണ്ട പെരിച്ചായിൻ്റെ മാതിരി അമ്മ 4 പേരായി കൂടെ ഇതിൽ കൂടിയും ഏതെടുക്കണോ അതെടുക്കണോ. അത് ഞങ്ങൾ മിക്സിങ് കുക്കറൊരു ഓപ്ഷനാണ്, മിക്സി അങ്ങനെയാണ് മെയിനായിട്ട് പോയത്. എല്ലാം പാടെടുത്ത് കൊണ്ടുപോകുമെന്ന് ഞാൻ ഒരു നിമിഷത്തേക്ക് ഭയന്നു. അങ്ങനെ എല്ലായിടത്തും എടുക്കുക. മണിച്ചിത്ര താഴിലെ നാഗവല്ലിയുടെ പെർഫോമൻസ് പോലെയായിരുന്നു. അങ്ങനെ ശോഭന ഇങ്ങനെ മുത്തുമാല, അങ്ങനെ എന്താണ് കാശിമാല അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കൂലേ, അതേപോലെ എനിക്ക് ഓരോ ചട്ടികളും പാത്രങ്ങളും ഇത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുമായിരുന്നു. മാത്രമല്ല കാണാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ, അത് വേറെയും പറയണം. അയൺ ബോക്സ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ, ഗ്യാസ് അടുപ്പുകളുണ്ട്, പിന്നെ ഓരോ ചട്ടികളുടെ കുറേ പേരുകളുള്ള ഓരോന്നിനും ഉപയോഗിക്കണ കുറേ ചട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ പലവിധം ചട്ടികൾ. പിന്നെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന സംഭവം, കുക്കർ, അങ്ങനെ എനിക്ക് പേരറിയാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നും കൂടി എനിക്കറിയില്ല. ഉപ്പേരി വെക്കാനും മീൻ പൊരിക്കാനൊക്കെ പറ്റിയ പോലത്തെ പാത്രങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുക. നമുക്ക് അങ്ങനത്തെയൊക്കെ അതൊക്കെ മതി. നമ്മൾ വളരെ മോഡേൺ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. മീൻ പൊരിച്ചണ ചട്ടി അത്രേ ഉള്ളൂ. ഇതാണ് ബിരിയാണി വെക്കണ ചെമ്പട്ടി, അങ്ങനെയാണ് നമ്മൾ പറയുക. ഇത് ഇത്തിരി മോഡേൺ ആയിട്ട് വേണമെങ്കിൽ ബിരിയാണി വെക്കുന്ന പാത്രം എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ കൂടുതൽ എനിക്ക് കഴിയില്ല. ഓക്കെ, അങ്ങനെ പലവിധ സാധനങ്ങൾ അവിടെ ഉണ്ട്. ചെന്നാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇതൊക്കെ പാടെടുത്ത് വാങ്ങിയാലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഗ്യാസ് അടുപ്പുകളൊക്കെ നല്ല നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും കുറേ ഓഫറുകളും അവിടെ ഉണ്ട് കണ്ടോ. അതിലൊക്കെ കുറേ കണ്ടോ ഫ്രീ എന്നൊക്കെ എഴുതി വെച്ചിരിക്കണ അങ്ങനത്തെ കുറേ ഓഫറുകളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് കണ്ടപ്പോൾ എൻ്റെ അമ്മയുടെ മനസ്സൊന്ന് ചാഞ്ചാടിയോന്ന് എനിക്ക് സംശയമുണ്ട്. വാങ്ങാനാണ് നമ്മളിവിടെ വന്നത്. ഇപ്പം മിക്സി ആയിട്ട് കുക്കർ കാണത്ര, ഇനി കുറച്ചുകൂടി നേരം ഇതും വേണം പറയും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോകണം. അങ്ങനെ നമ്മൾ മെയിനായിട്ട് പോയത് മിക്സി വാങ്ങാനാണല്ലോ. അങ്ങനെ അമ്മ ആ ഏരിയക്ക് അങ്ങോട്ട് കടന്നു പോയി. അതിൽ കുറേ ഓഫറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അമ്മ കുറേ നേരം എടുത്തു നോക്കും, പിടിച്ചു നോക്കും, തിരിച്ചു നോക്കും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മിക്സി വാങ്ങുകയാണെങ്കിൽ അപ്പുറത്ത് കണ്ടോ സാൻഡ്വിച്ച് മേക്കർ ഫ്രീ ആണെന്ന് കണ്ടു. എൻ്റെ അമ്മ ഫ്രീ എന്ന് കണ്ടേക്ക് തന്നെ അതിൽ വീണു. ഓണം പ്രമാണിച്ചിട്ട് ഇങ്ങനത്തെ പല സാധനങ്ങൾക്കും അവിടെ കുറേ ഓഫറുകൾ ഉണ്ട് കേട്ടോ. മിക്സിയിൽ ഇതപ്പോൾ ഈ സാൻഡ്വിച്ച് മേക്കർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ നന്നായിട്ട് ബിഹേവ് ചെയ്യണോണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എത്ര ജാറുണ്ടായാലും എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ മിക്സി പോലെ അല്ലല്ലോ, പുതിയ മിക്സികൾക്കും പുതിയ ഓരോരോ രീതികളാണല്ലോ. അതിൽ എത്ര 6 ജാറ് വരെ ജാറുകൾ അതിനുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അയാൾ കാണിച്ചു തരുന്നത് മാത്രമല്ല ട്രയലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ സൗണ്ട്, നമ്മൾ മിക്സി ഓണാക്കിയാൽ എങ്ങനെ സൗണ്ട് വരുന്നതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും അരയ്ക്കും മുമ്പ് ഫസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യുന്ന നല്ലതായിരിക്കും. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ കുറച്ചൊന്ന് ചതഞ്ഞ് കിട്ടും. അതിന് ശേഷം അപ്പം മോട്ടറിന് ലോഡ് വരത്തില്ല. അതിന് ശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ
അങ്ങനെ അമ്മ അതെന്തായാലും ഫിക്സ് ആക്കി എന്ന് പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് കുക്കറിന് വേറൊരു ഓഫർ 34 കണ്ടുപിടിച്ചു. 34 പിന്നെ ഒക്കെ കണ്ടുപിടിക്കാൻ മിടുക്കിയാണ്. അപ്പം നമ്മുടെ ഈ 3 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിന് ഈ ഒരു തവ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. ഇതേപോലെ ഒരുപാട് ഓഫറുകൾ പലതിനും ഞാൻ കണ്ടു. എൻ്റെ അമ്മ മെയിനായിട്ട് ഈ 2 സാധനങ്ങളിലേക്കുമാണ് വീണ് പോയത്. പിന്നെ അത് തുറക്കണ്ടേയും അടക്കണ്ടേയും ഒക്കെ രീതി എങ്ങനെയെന്നും പിന്നെ അതിൽ വെള്ളത്തിൻ്റെയും എത്രയാണ് അളവ് എന്നൊക്കെ അതിൽ തന്നെ ഉള്ളതൊക്കെ കാണിച്ചൊക്കെ തരുമായിരുന്നു. ഈ ഒരു തവയാണ് അതിന് ഫ്രീ ആയിട്ടുള്ളത്. നമുക്ക് എന്താണ് മീൻ പൊരിച്ചാം അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പത്തിന് എൻ്റെ അമ്മക്ക് അതും വേണമെന്നായി. പിള്ളേരുടെ ഓരോരോ ആഗ്രഹങ്ങൾ. അങ്ങനെ പിന്നെ എന്തായാലും നമ്മൾ വന്നല്ലേ വിചാരിച്ചിട്ട് നമ്മൾ മിക്സിയും കുക്കറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓണം കോൺടെസ്റ്റ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആകെ വരുന്നത് 3 സ്റ്റെപ്പാണ്. അതിൽ സ്റ്റെപ്പ് 1 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് സ്റ്റോറുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. സ്റ്റെപ്പ് 2 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്റ്റീജിന്റെ സോഷ്യൽ മീഡിയസിൽ അവൈലബിൾ ആയിട്ടുള്ള ഓണം AR ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫോട്ടോയോ വീഡിയോയോ തയ്യാറാക്കുക. അവരുടെ PXL ബാക്ക്ഗ്രൗണ്ട് വിസിബിൾ ആയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. വീഡിയോ എടുക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ എന്താണോ സാധനം വാങ്ങുന്നത് അതിന്റെ കൂടെ നിങ്ങൾ ഞാൻ പറയുന്ന സെന്റൻസും കൂടി പറയണം. ഇപ്പൊ ഞാൻ മിക്സി അല്ലേ വാങ്ങിയത്, അപ്പൊ ഞാൻ എങ്ങനെയാ പറയേണ്ടതെന്ന് വെച്ചാൽ ഫ്രം ദ ഗ്രാൻഡ് സദ്യ ടു ദ ഈവനിങ് പൂജ, മിക്സി ഈസ് യുവർ കിച്ചൺ ബെസ്റ്റ് ഫ്രണ്ട് ദിസ് ഓണം. നിങ്ങൾ തയ്യാറാക്കിയ വീഡിയോയും ഫോട്ടോയും ഓണം ഇൻ മൈ കിച്ചൺ അല്ലെങ്കിൽ ഓണം വിത്ത് പ്രസ്റ്റീജ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുക. TTK പ്രസ്റ്റീജിനെ ടാഗ് ചെയ്യാനും മറക്കണ്ട. എല്ലാ സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും 200 രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട് വൗച്ചർ കിട്ടുന്നതാണ്. അതും ഡിസംബർ 30 വരെ. അത് മാത്രമല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 എൻഗേജിംഗ് പോസ്റ്റിന് പ്രസ്റ്റീജിന്റെ വക പ്രൊഡക്ട്സ് സമ്മാനമായിട്ട് ലഭിക്കും. അപ്പൊ ഈ ഓണം ഓഫറിനുള്ളിൽ എല്ലാവരും ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നമ്മുടെ സാധനങ്ങൾ എടുത്ത് തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാന്നുള്ള കാര്യം കൂടിയുള്ളൂ. സ്റ്റാഫിന്റെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ഇമ്മാക്കും എനിക്കും ആൾ ഓവർ കാര്യങ്ങളും പ്രൊഡക്ട്സുകളും സംഭവങ്ങളും അവിടുത്തെ കളക്ഷൻസും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തും കൂടി വേണം. അത് വേറൊരു ടാസ്കും കൂടിയാണ്. ഓണം സംബന്ധിച്ച് പ്രസ്റ്റീജിന്റെ പല പ്രൊഡക്ട്സിനും ഓഫർ ഉണ്ട്. ഇപ്പം നമ്മൾ മിക്സിയും കുക്കറും വാങ്ങാൻ പോയിട്ട് 4 പ്രൊഡക്റ്റ് ആയിട്ടാണ് തിരിച്ചു വരുന്നത്. സാൻഡ്വിച്ച് മേക്കറും തവി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതുപോലെ ഒരുപാട് ഓഫറുകൾ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ കോൺടെസ്റ്റിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും സന്തോഷവതി ആയിക്കണോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.